Hi dear friends, Assalamu alaikum. Welcome back to Nima Diaries. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫ് റോസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. നമുക്കിത് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഏകദേശം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അരമണിക്കൂറിന് ശേഷം ഞാൻ ബീഫ് ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഞാൻ ഏകദേശം 8 വിസിലാണ് എടുക്കുന്നത് വേവിക്കാൻ. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ബീഫിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ വേവ് കൂടുകയും കുറയൊക്കെ ചെയ്യും. ഞാനിപ്പോൾ 8 വിസിലാണ്, മീഡിയം ഫ്ലെയിമിൽ 8 വിസിലാണ് എടുക്കുന്നത്. എട്ട് വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വിസിലെല്ലാം പോയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കുകയാണ്. ബീഫ് നന്നായിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല ബീഫിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ 5 മിനിറ്റ് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം എല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബീഫ് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഏകദേശം 1/2 കപ്പ് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് നെടുക കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി എല്ലാ ഭാഗവും ഒരുപോലെ ഇളക്കിയെടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ബീഫ് ഏകദേശം ഫ്രൈ ആയി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള നല്ല നൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗവും ഒരുപോലെ ഇളക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും.